ഹായ്, ഞാനിപ്പോൾ കൊടിയത്തൂർ പാടത്താണുള്ളത്. 5 വ്യത്യസ്തങ്ങളായിട്ടുള്ള വത്തക്ക നമ്മുടെ കൊയ്തൊഴിഞ്ഞ 6 ഏക്കർ പാടത്ത് 3 കൂട്ടുകാർ ചേർന്നിട്ട് വളരെ ഗംഭീരമായിട്ട് വിളവെടുത്തിരിക്കുകയാണ്. അവൻ്റെ വിളവെടുപ്പ് ഉത്സവമാണ്. ഒരുപാട് ആളുകൾ വന്നിട്ട് വാങ്ങിപ്പോകുന്നുണ്ട്. നല്ല വ്യത്യസ്തങ്ങളായിട്ടുള്ള വെറൈറ്റി ആയിട്ടുള്ള ടേസ്റ്റുകളുള്ള 5ഓളം വ്യത്യസ്തങ്ങളായിട്ടുള്ള ഇനങ്ങളുമായിട്ടാണ് അവർ കൃഷി ചെയ്തിട്ടുണ്ട്. ഇത് നമുക്കൊക്കെ മാതൃകയാക്കാം. കാരണം നമ്മൾ പുറത്തുനിന്ന് വരുന്ന ഒരുപാട് കെമിക്കലുകളും കാര്യങ്ങളൊക്കെ അടിച്ചിട്ടുള്ള വത്തക്കെന്നൊക്കെ വ്യത്യസ്തമായിട്ട് ഓർഗാനിക് രീതിയിലാണ് ഇവർ ഇതിനെ പ്രൊഡ്യൂസ് ചെയ്ത് കൊണ്ടുവരുന്നത്. സലീംക്ക, ഏതെല്ലാം വെറൈറ്റി വത്തക്കയാണ് നമ്മൾ ഈ വർഷം ചെയ്തത്? നമ്മളിപ്പോൾ ഈ വർഷം ചെയ്തത് 5 വെറൈറ്റി, 5ലധികം വെറൈറ്റി ഉണ്ട്. പക്ഷെ നമ്മൾ 5 വെറൈറ്റിയാണ് ഇപ്പോൾ ഓൾറെഡി ഇവിടെ സെയിലിനായിട്ടുള്ളത്. ഓറഞ്ച് മഞ്ച്, യെല്ലോ മഞ്ച്, കിരണ്, നാന്താരിൻ്റെ നമ്മൾ സാധാ വാങ്ങുന്നത്. പിന്നെ നമ്മൾ ഈ വർഷം പുതിയതായിട്ട് ഇറങ്ങിയ യെല്ലോ ടു യെല്ലോ GR എന്ന കമ്പനിയുടെ അത്യാധുനിക മോഡലുകളാണല്ലോ നിങ്ങൾ കൃഷി ചെയ്യുന്നത്. അപ്പൊ എങ്ങനെയാണ് ഇതിന്റെ കൃഷി രീതി നല്ല കൃത്യത കൃഷി രീതി നമ്മൾ ഡ്രിപ്രിഗേഷൻ വഴിയാണ് ജലാംശങ്ങൾ നമ്മൾ മൾച്ചിങ് ഷീറ്റ് വിരിച്ച് ആധുനിക ടെക്നോളജി പ്രകാരമാണ്. അപ്പോൾ നമ്മളെന്താ പറയുക, ഈ നമ്മുടെ നാട്ടിലെ ജനങ്ങൾക്ക് പൂർണ്ണമായും കീടനാശിനികൾ നമ്മൾ ഒഴിവാക്കിക്കൊണ്ടാണ്. അത് നിങ്ങൾക്ക് നമ്മുടെ തോട്ടത്ത് വന്നാൽ നിങ്ങൾക്ക് കാണാം. നമ്മൾ 3 തരം സ്റ്റിക്കറുകൾ വെച്ചിട്ടുണ്ട്. യെല്ലോ സ്റ്റിക്ക്, വൈറ്റ് സ്റ്റിക്ക്, അതുപോലെ തന്നെ ബ്ലൂ സ്റ്റിക്കർ. പിന്നെ നമ്മൾ വെച്ചത് ഫിറോമോൺ ട്രാപ്പ് എന്ന് പറഞ്ഞ ട്രാപ്പും വെച്ചിട്ടുണ്ട്. അത് വെച്ചാൽ നമ്മൾ ഈ നമ്മുടെ കായ്ച്ചനെ പിടിക്കും. നമ്മൾ ശത്രു കീടങ്ങളെ നമ്മൾ നിർമ്മാർജ്ജനം ചെയ്യുക. നമ്മുടെ മിത്ര കീടങ്ങളെ അവിടെ വെക്കും ചെയ്യുന്ന രീതിയിലാണ് ഇപ്പം നമ്മൾ തേനീച്ചൻ്റെ കൂടെ നമ്മൾ സ്ഥാപിച്ചു കഴിഞ്ഞു. ആ രീതിയിലാണ് നമ്മുടെ നാട്ടിലെ ജനങ്ങൾ ഇത് കണ്ടുകൊണ്ടാണ് ഇത് നമ്മൾ പ്രകൃതിക്ക് കണങ്ങുന്ന രീതിയിലാണ് നിങ്ങളുടെ കൃഷി. അതാണ് നമ്മുടെ വിജയം. അതുപോലെ പുറത്തുനിന്നൊക്കെ വരുന്ന വത്തകൾ കളർ ഭയങ്കര കളർ കുത്തിവെച്ചിട്ടാണ് വരുന്നത്. എന്താണ് അതിന്റെ കളർ എന്ന് പറഞ്ഞ സംഭവം ഒന്നും കുത്തിവെക്കുക അങ്ങനത്തെ ഒന്നും എൻ്റെ അറിവിൽ നമ്മളിപ്പോൾ 5-8 വർഷമായി കൃഷി രീതിയിലേക്ക് വന്നു. അങ്ങനെ ഒന്നും ചെയ്യാൻ കഴിയില്ല. പിന്നെ എന്ന് പറഞ്ഞാൽ നമ്മൾ കൃത്യമായ മൂലകങ്ങൾ വേണ്ട, അതായത് നമുക്കറിയാലോ ഓരോ മൂലകങ്ങളുണ്ട് മണ്ണിൽ ആവശ്യമുള്ള ബോറോൺ, സിങ്ക്, അയൺ, കോപ്പർ എന്ന് പറഞ്ഞ മൂലകങ്ങളുണ്ട്. ആ മൂലകങ്ങൾ കൃത്യമായിട്ട് തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഏറ്റവും നല്ല ക്വാളിറ്റിയിൽ നമുക്ക് വത്തക്ക ഉൽപ്പാദിപ്പിച്ചെടുക്കാൻ കഴിയും. മുമ്പ് നമ്മളെ പാടശേഖരങ്ങൾ തോല് ഇട്ടിട്ടാണല്ലോ കൃഷി ചെയ്യുക. ഇന്ന് ആ രീതി മാറി. നമ്മളെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ വളങ്ങൾ കണ്ടമാനം ഉപയോഗിച്ച് മണ്ണിന്റെ ഫലപുഷ്ടിയൊക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ആവശ്യമായ വളം കൊടുക്കുന്ന രീതിയിലാണ് നമ്മൾ ഫാമിംഗ് മോഡലാണ് നിങ്ങൾ ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഈ വിജയിക്കുന്നത്. പിന്നെ ഇതിൽ നമുക്ക് അങ്ങനെ ആരെങ്കിലും ഒരു ആരോപണം ഉന്നയിക്കുന്നുണ്ടെങ്കിൽ അവരത് തെളിയിച്ചു തരണമെങ്കിൽ നമ്മൾ 1 ലക്ഷം റുപ്യ അവർക്ക് ഇനാമായിട്ട് കൊടുക്കും. വെരി ഗുഡ്. ഇവിടെ കണ്ട മനസ്സിലാവുമല്ലോ, ഏകദേശം നമുക്ക് ഫിറോമോൺ ട്രാപ്പുകൾ ഉണ്ട്, അതുപോലെ നിങ്ങൾക്ക് അതുപോലെ സ്റ്റിക്കേഴ്സ് ഉണ്ട്, യെല്ലോ സ്റ്റിക്കേഴ്സ് ഉണ്ട്, വൈറ്റ് സ്റ്റിക്കേഴ്സ് ഉണ്ട്. അല്ല, ഇത് എല്ലാവർക്കും മാതൃകയാക്കാൻ പറ്റുന്ന, കാരണം നമ്മളെ നാടുകളിൽ കാരണം നമ്മൾ പുറത്ത് ആശ്രയിക്കാതെ ഒരുപാട് വയലുകളും കാര്യങ്ങളും ഒഴിഞ്ഞു കിടക്കുന്നുണ്ട്. അപ്പൊ ശാസ്ത്രീയമായിട്ട് മണ്ണിനെ നഷ്ടപ്പെടുത്താത്ത രീതിയിൽ കൃഷി ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ മണ്ണിനും തലമുറക്കൊക്കെ വളരെ യൂസ്ഫുൾ ആണ്. താങ്ക് യു സലീം. Invest your sleep on right mattress. 4-Wish mattress for healthy sleep. Kadodi Gold and Diamonds, Mavur, Puvattuparambur.